കേരളത്തെ ഞെട്ടിച്ച, ഒരുപക്ഷെ ഇന്ത്യയിലെ ബിസിനസ് സാമ്രാജ്യത്തെ ആകെ ഞെട്ടിച്ച ഒന്നായിരുന്നു CJ റോയിയുടെ ദുരൂഹ മരണം. ദുരൂഹ മരണം എന്ന് വിശേഷിപ്പിച്ചത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം റോയി തന്റെ സ്വന്തം ക്യാബിനിൽ സ്വയം നിറയൊഴിച്ചു മരിക്കുകയായിരുന്നു എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ആ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ ഇപ്പോഴും ദുരൂഹമായി തുടരുന്നു എന്നതുകൊണ്ടാണ് ദുരൂഹ മരണം എന്ന് തന്നെ വിശേഷിപ്പിച്ചത്. ഇന്നിപ്പോൾ റോയി മരിച്ചിട്ട് 7 ദിവസം പിന്നിടുമ്പോഴും ആ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ ചുരുളഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തലവേദന. കർണാടക സർക്കാർ CID അന്വേഷണം പ്രഖ്യാപിച്ചു. മരണത്തിന്റെ തൊട്ട് അടുത്ത ദിവസം തന്നെ CID അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. റോയിക്ക് പുറത്തു പറയാനാവാത്ത നിരവധി സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 6 മാസക്കാലമായി റോയി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്ന് പറയുന്നു. റോയി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്ന ഡോക്ടറെ വരെ കണ്ട് CID ഉദ്യോഗസ്ഥന്മാർ മൊഴിയെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ റോയിയുടെ മരണത്തെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്ലിയർ ചെയ്യും, ഈ കേസ് ക്ലോസ് ചെയ്യാനാവും എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് കർണാടക CID യൂണിറ്റിന്റെ SIT ഇപ്പോൾ പറയുന്നത്. അതായത് SIT തലവനായ വംശി കൃഷ്ണയും DCP ലോകേഷും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഉദ്ധരിച്ചു കൊണ്ടുവരുന്ന വാർത്തകൾ വിശദമാക്കുന്നു. റോയിക്ക് പുറത്തു പറയാനാവാത്ത സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സീറോ ഡിബറ്റിൽ ബിസിനസ് സംരംഭം വിജയിപ്പിച്ച ഇന്ത്യയിലെ ഏക ബിസിനസ്സുകാരൻ എന്നൊക്കെ റോയി കെട്ടിപ്പൊക്കിയ മാധ്യമ വാർത്തകളുടെ മുകളിലായിരുന്നു റോയിയുടെ സാമ്രാജ്യം എപ്പോഴും നിലകൊണ്ടിരുന്നത്. ചില മാധ്യമങ്ങൾ ഗേറ്റ് ചെക്കിങ്ങോ അല്ലെങ്കിൽ മാറ്റർ ചെക്കിങ്ങോ നടത്താതെ റോയി പറയുന്നത് അപ്പടി തന്നെ അവർ പണം പറ്റിക്കൊണ്ട് റോയിക്ക് വേണ്ടി എഴുതുമ്പോൾ റോയി പറയുന്നതിന് പിറകിലുള്ള വസ്തുതകൾ ഒരിക്കൽ പോലും ഇവർ അന്വേഷിക്കാൻ മെനക്കെട്ടിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ റോയി പറയുന്നത് പോലെ സീറോ ഡിബറ്റ് ബിസിനസ്സുകാരനായിരുന്നില്ല റോയി. ഏതാണ്ട് 600 കോടി രൂപ മുതൽ 900 കോടി രൂപ വരെയുള്ള പണത്തിന് റോയി കടക്കാരനായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും കർണാടക CID യൂണിറ്റിന്റെ SIT തന്നെയാണ് ഇപ്പോൾ വിശദമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടി വന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ റോയിയുടെ മരണം സംബന്ധിച്ച വിഷയങ്ങൾ പൂർണ്ണമായും തന്നെ പുറത്തുവിടാൻ പറ്റും. അതിനുള്ള തെളിവുകൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. റോയിയുടെ ബംഗളൂരുവിലുള്ള ഓഫീസിന്റെ റോയിയുടെ പേഴ്സണൽ റൂമിൽ, അതായത് ഫേസ് റെക്കഗ്നേഷൻ ആണ് ആ റൂമിലേക്ക് കടക്കാൻ ഏക മാർഗം. റോയി അല്ലാതെ മറ്റാരെയും ഇതുവരെയും അവിടെ പ്രവേശിപ്പിച്ചിട്ടില്ല. ഡയറി എഴുതുന്ന സ്വഭാവമുള്ള റോയിക്ക് മറ്റൊരു വിചിത്ര സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തന്റെ ജീവിതത്തിലെ ആശങ്കകളും ആകുലതകളും എല്ലാം റോയി കൃത്യമായി തന്നെ ഡയറിയിൽ കുറിച്ചു വെക്കാറുണ്ടായിരുന്നു, ചെറിയ ചെറിയ കുറിപ്പുകളായി സൂക്ഷിക്കാറുണ്ടായിരുന്നു. ഇതെല്ലാം ആർക്കും കാണാനുള്ള അവസരം റോയി ഒരിക്കലും ഉണ്ടാക്കിയിട്ടില്ല. കാരണം ലോകത്തിന്റെ മുൻപിൽ എപ്പോഴും വിജയിച്ചു നിൽക്കുന്ന, വിജയത്തിന്റെ ഉന്നതങ്ങളിൽ മാത്രം വിഹരിക്കുന്ന വ്യക്തിയാണ് റോയി എന്നുള്ള ചിത്രം തന്നെയായിരുന്നു റോയി എപ്പോഴും മാധ്യമങ്ങൾ വഴി ലോകത്തിന് പകർന്ന് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് റോയിയും കുടുംബാംഗങ്ങൾ പോലും നിൽക്കുന്ന ഓരോരോ ചിത്രങ്ങൾ എടുത്തു നോക്കിയാലും വിക്ടറിയുടെ ആദ്യത്തെ അക്ഷരമായ V എന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ 2 വിരലുകൾ V എന്ന അടയാളം ചേർത്ത് കാണിക്കുന്ന തരത്തിലായിരുന്നു റോയിയുടെ മിക്കവാറുമുള്ള ചിത്രങ്ങൾ ജനം കണ്ടിട്ടുണ്ടാകുക. ബിസിനസ്സിൽ സീറോ ഡിബറ്റിൽ ബിസിനസ് നടത്തി വിജയിച്ച ആളാണ് താൻ എന്ന് എപ്പോഴും റോയി പറയുമായിരുന്നു. അതിന് വിഘാതം വരുന്ന തന്റെ ആശങ്കകളും ആകുലതകളും റോയി കുറിച്ചു വെച്ചത് ആരും കാണാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് റോയിയുടെ ബംഗളൂരുവിലുള്ള റോയിക്ക് മാത്രം കടക്കാൻ പറ്റുന്ന റോയിയുടെ ഫേസ് റെക്കഗ്നേഷനുള്ള മുറിയിലേക്ക് ആരെയും റോയി പ്രവേശിപ്പിച്ചിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം റോയി വെടി വെച്ച് മരിച്ച മുറിയിൽ കർണാടക CID നടത്തിയ ചില അന്വേഷണങ്ങളിൽ വളരെ വസ്തുനിഷ്ഠമായി പരിധി നടന്നപ്പോൾ 2-3 കുറിപ്പുകൾ അവർക്ക് കിട്ടുകയുണ്ടായി. ഈ കുറിപ്പുകളും റോയി അവസാനം വിളിച്ച ചില ഫോൺ കോളുകളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ റോയിയുടെ മരണത്തിന്റെ യഥാർത്ഥ വസ്തുതകൾ CID ഗ്രൂപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിന്റെ വിശദമായ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കും. അതിന്റെ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ തിരക്കിൽ തന്നെയാണ് CID സംഘം എന്നാണ് അറിയാൻ കഴിയുന്നത്. റോയി സാധാരണയായി ലാൻഡ് ഫോണുകൾ ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ വാട്സപ്പ് കോളുകൾ ഉപയോഗിക്കാറില്ല. ഇന്റർനെറ്റ് കോളുകളാണ്, നെറ്റ് കോൾ സംവിധാനം വഴിയാണ് റോയി വിളിക്കാറുള്ളത് എന്നുള്ളതിനാൽ തന്നെ അത്തരം കോളുകളുടെ പസൽസ് കണ്ടെത്തുന്നതിനും വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിനും ഏറെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ കർണാടക CIDയുടെ സ്പെഷ്യൽ സംഘം ഇപ്പോൾ സൈബർ വിങ്ങിന്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. ആർക്കൊക്കെയാണ് റോയി വിളിച്ചത്, അവസാനത്തെ 3 കോൾ ആരെയൊക്കെയാണ് വിളിച്ചത്, എന്തൊക്കെയാണ് കോളിന്റെ ഉള്ളടക്കം എന്നുള്ളത് അറിയാൻ വേണ്ടി കർണാടക CID സൈബർ വിങ്ങിന്റെ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് 2 ദിവസത്തിനുള്ളിൽ അത് ലഭ്യമാകും എന്ന് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രവാസി വ്യവസായിയുടെ മരണവുമായി ബന്ധപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ചില പരാമർശങ്ങൾക്കെതിരെ നടി മായാ മേനോനും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സാജൻ പാറയിൽ എന്ന പ്രവാസി വ്യവസായിയെ കുറിച്ചാണ് നടി മായാ മേനോൻ തന്റെ ഒരു FB കുറിപ്പിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതായത് റോയിയുടെയും പ്രവാസി വ്യവസായിയായിരുന്ന സാജൻ പാറയിലുടെയും മരണം ഒരുപോലെ തന്നെയാണ് എന്ന് ആരൊക്കെയോ പരാമർശിച്ചത് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് നടി മായ വ്യക്തമാക്കിയിരിക്കുന്നത്. സാജൻ പാറയിൽ സ്വന്തം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ പണം മുഴുവൻ സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം, അനാസ്ഥത മൂലം നഷ്ടപ്പെട്ടതിനാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് സാജൻ പാറയിലെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് എന്നാണ് നടി മായ മേനോൻ തന്റെ FB കുറിപ്പിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ റോയി ആയിട്ട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. സീറോ ഡിബറ്റ് ബിസിനസ് ആയിരുന്നുവെങ്കിലും ധാരാളം നിക്ഷേപകരിൽ നിന്ന് റോയി നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു.
ഇൻകം ടാക്സിന്റെയും ഇഡിയുടെയും എല്ലാം റൈഡ് വരുന്നു എന്നുള്ളൊരു കിംവദന്തി പരന്നതോടുകൂടി റോയിയുടെ നിക്ഷേപകർ പലരും ഒരുമിച്ച് നിക്ഷേപം പിൻവലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. അവിടെ റോയി സാമ്പത്തികമായി തകർന്നു. റോയിയുടെ ആർഭാട ജീവിതവും അതിന് വലിയ കാരണമായി എന്നൊക്കെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതെന്ത് തന്നെയായാലും സ്ലോവാക്യൻ സർക്കാരിന്റെ കോൺസുലേറ്റ് ജനറൽ പദവി $5 ലക്ഷം കൊടുത്ത് റോയി വാങ്ങിയത് ചില ഗൂഢോദ്ദേശങ്ങളോട് കൂടിയായിരുന്നു എന്നുള്ള ചില നിഗമനങ്ങളും പുറത്തു വരുന്നുണ്ടായിരുന്നു. അതേപ്പറ്റിയും കൃത്യമായ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. റോയി ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി അനധികൃതമായ ചില മാർഗങ്ങൾ കൈവരിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയും പറഞ്ഞു കേൾക്കപ്പെടുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും. അതായത് മയക്കുമരുന്നിന്റെയും കള്ളക്കടത്തിന്റെയും സ്ഥിരം ലാവണങ്ങളാണ് ഗുജറാത്തും മഹാരാഷ്ട്രയും. ഒരു പരിധിവരെ മയക്കിന്റെ കള്ളക്കടത്ത് ഹബ്ബായി തന്നെയാണ് ഇപ്പോൾ കർണാടകയും അറിയപ്പെടുന്നത്. ബംഗളൂരു കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്ലോവാക്യൻ രാജ്യത്തിന്റെ കോൺസുലേറ്റ് ജനറൽ പദവി എടുക്കുമ്പോൾ സ്ലോവാക്യക്ക് ഇന്ത്യയിൽ അവരുടെ പ്രതിനിധി കോൺസുലേറ്റ് ജനറൽ ഡൽഹിയിലുണ്ട്. എന്നിട്ട് വീണ്ടും റോയിക്ക് അങ്ങനെ ഒരു പദവി കൊടുക്കുമ്പോൾ കർണാടകയുടെയും മഹാരാഷ്ട്രയെയും കർണാടകയുടെയും ചുമതലയാണ് റോയി ചോദിച്ചു വാങ്ങിയത് എന്ന് പറയുമ്പോൾ ഡിപ്ലോമാറ്റിക് ബാഗേജ് വഴി തനിക്ക് എന്തൊക്കെയോ നിഗൂഢമായി പലതും നടത്തുവാൻ സാധിക്കും. ആ ഒരു ഡിപ്ലോമാറ്റിക് പ്രിവിലേജ് ഉപയോഗിച്ച് എന്തൊക്കെയോ അനധികൃതമായ സംരംഭങ്ങളും തട്ടിപ്പുകളും നടത്തുന്നതിന് വേണ്ടിയാണ് റോയി ഇത്തരത്തിൽ $5 ലക്ഷം കൊടുത്ത് ഈ പദവി കരസ്ഥമാക്കിയത് എന്നുള്ളൊരു കിംവദന്തിയും പരക്കുന്നുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപകർ ഒരുമിച്ച് നിക്ഷേപം പിൻവലിച്ചപ്പോൾ പിന്നീട് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി പണം കണ്ടെത്തുന്നതിന് വേണ്ടി റോയി മറ്റെന്തൊക്കെയോ മാർഗങ്ങളിലൂടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. അത് അനധികൃതമാണ്. അത്തരം ചില വിവരങ്ങൾ പുറത്തു പറയാൻ പറ്റാത്തതിന്റെ ഒരു പ്രതിസന്ധിയിലായിരുന്നു, മാനസിക വിഭ്രാന്തിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിഷാദവാനായിരുന്നു. 6 മാസക്കാലമായി വിഷാദ രോഗത്തിന് റോയി ചികിത്സയിലുമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. IT വകുപ്പ് ഉദ്യോഗസ്ഥർ റൈഡിന് വരുമ്പോൾ IT ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞാൽ റൈഡ് കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും ആ കേസ് ഇഡിക്ക് പോകും, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ പോകും, അങ്ങനെ CBIക്ക് വേണമെങ്കിൽ കേസ് പോകും, NIAക്ക് പോകും. അങ്ങനെ താൻ ഇതുവരെ കെട്ടിപ്പടുത്തുയർത്തിയ സാമ്രാജ്യം ഒരു ഞൊടിയുടെ കൊണ്ട് ഇല്ലാണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ താൻ വട്ടപൂജ്യമായി പാപ്പരായി നിൽക്കേണ്ടി വരും എന്നുള്ള സമ്മർദ്ദങ്ങൾ റോയിക്ക് ഉണ്ടായിരുന്നത്രേ. അതുകൊണ്ടാണ് റോയി വിഷാദ രോഗത്തിന് ചികിത്സിച്ചത് എന്ന് കൂടി പറയപ്പെടുന്നു. എന്തായാലും റോയി വിഷാദ രോഗത്തിന് ചികിത്സിച്ച ഡോക്ടറെ വരെ കർണാടക CID കണ്ട് അവരിൽ നിന്നും മൊഴിയെടുത്തിരിക്കുന്നു. ഇനിയും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റോയിയുടെ യഥാർത്ഥ കാരണം പുറത്തുവിടും എന്ന് CID പറയുമ്പോൾ തീർച്ചയായും അവർ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, റോയി അനധികൃതമായി എന്തൊക്കെയോ ചെയ്തിരുന്നു. അതിന്റെ പേരിൽ റോയി ആരെയൊക്കെയോ പേടിച്ചിരുന്നു. ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഈ നടിയുടെ ഇടപെടലുകളും ഇപ്പോൾ ദുരൂഹമായ ചില കാഴ്ചപ്പാടുകളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുന്നു. എന്താണ് ഇനി ഈ വിഷയത്തിൽ സംഭവിക്കാൻ പോകുക, എന്തൊക്കെ വിവരങ്ങളാണ് പുറത്തു വരാൻ പോകുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കും.